الحمد لله حمدا كثيرا طيبا مباركا لله واحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب اليه الاياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولن تستطيعوا أن تعدلوا بين النساء ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة وإن تصلحوا وتتقوا فإن الله كان غفورا رحيما ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരന്മാരെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളെന്ന് പറയുന്നത്. ഒരുപാട് ഉപദേശങ്ങളും കൽപ്പനകളും നിർദ്ദേശങ്ങളും നിയമങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ പാലിക്കേണ്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു നിക്കാഹ് നടക്കുന്ന സമയത്തൊക്കെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന, പാലിക്കേണ്ടുന്ന നിയമനിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ഒരല്പമെങ്കിലും കേൾക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഒരാളെ അയാൾക്ക് നല്ല ഈമാനുണ്ട്, അയാൾ നല്ല സ്വഭാവവുമാണ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? നമ്മളെക്കുറിച്ച് ആളുകൾ അങ്ങനെ പറയുന്നത് എപ്പോഴാണ്? സാധാരണഗതിയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ, പൊതുജനങ്ങൾക്കിടയിൽ നമ്മളെക്കുറിച്ച് ഒരു നല്ല ഇമേജ്, വലിയ അപകടങ്ങളൊന്നുമില്ലാത്ത, ഡാമേജ് ഒന്നുമില്ലാത്ത ഒരു ഇമേജ് നമ്മുടെ വ്യക്തിത്വത്തിന് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ആളുകളോട് ഒരു പ്രതികരിക്കേണ്ടത്, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാളുടെ വിശ്വാസത്തെയും സ്വഭാവത്തെയും വിലയിരുത്തുമ്പോൾ നിങ്ങൾ നല്ല ഈമാനുള്ള, വളരെ നല്ല സ്വഭാവമുള്ള ഒരാളാണ് എന്ന് പറയേണ്ടതിന്, അങ്ങനെ പറയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മാനദണ്ഡം വെച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു മാർഗം പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ പൂർണ്ണമായി ഈമാനുള്ള, നല്ല ഈമാനുള്ള ഒരാൾ, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവമുള്ള സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ എന്ന് ആരെപ്പറ്റിയാണ് നിങ്ങൾ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖൻ വഖിയാറുകും ഖിയാറുകും ലിഅഹ്ലിഹി. നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ പൂർത്തിയായവൻ എന്ന് പറയുക, നല്ല ഈമാനുള്ളവൻ എന്ന് പറയുക, നല്ല സ്വഭാവമുള്ള ആളെ കുറിച്ചാണ്. ആള് ഭയങ്കര വിശ്വാസിയാണ്, പക്ഷെ പെരുമാറാൻ കൊള്ളൂല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല.
ആള് നല്ല ഭക്തനാണ്, പക്ഷെ ആളുകളോട് ഇടപഴകാൻ അയാളെ പറ്റൂല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. ഒരാൾക്ക് നല്ല ഈമാൻ ഉണ്ടെങ്കിൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് നിർബന്ധമായും അയാൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവും. എങ്ങനെയാണ് ഒരാൾക്ക് നല്ല ഈമാനുണ്ട് എന്ന് സാക്ഷ്യപത്രം കൊടുക്കുക? ഒരാൾക്ക് നല്ല ഈമാൻ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നിർബന്ധമായും അഹ്സനുഹും ഖുലുഖ. ആ ആൾക്കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളിൽ ഒരു മനുഷ്യൻ നല്ല ഈമാനുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ആ ആൾക്കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനും അയാളാകും. നല്ല സ്വഭാവമുള്ള ആളും അയാൾ ഏറ്റവും സൽസ്വഭാവിയായ ആളും അതേ മനുഷ്യൻ തന്നെയായിരിക്കും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. എന്നിട്ട് പറഞ്ഞ ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണമെന്ന് ഉദ്ദേശിക്കുന്ന വിഷയം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വഖിയാറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും സൽസ്വഭാവമുള്ള ഒരാൾ, ഖിയാറുക്കും ലിഅഹ്ലിഹി, വീട്ടിൽ ചെന്നാൽ വീട്ടുകാരോട് നന്നായി പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ, അപ്പോഴാണ് ബാക്കി പറഞ്ഞതൊക്കെ ഉണ്ടാവുക എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈമാനിനെ പറ്റി പറഞ്ഞ് ഈമാനുള്ള ഒരാൾക്ക് ഏറ്റവും നല്ല സ്വഭാവമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം എത്തിക്കുന്നത് വീട്ടിന്റെ ഉള്ളിലേക്കാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് എങ്ങനെയാണ് വർത്തമാനം പറയുക? നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ എങ്ങനെ പെരുമാറുക? ഭാര്യമാരോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഭാര്യമാരോട് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കാറുള്ളത്? ഭാര്യമാരെ നിങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യാറുള്ളത്? നിങ്ങളുടെ ഭാര്യയും നിങ്ങളും തമ്മിലുള്ള സംസാരങ്ങളിൽ ഈമാനിന്റെ പങ്കെന്താണ്? ഞാനൊരു മുഅ്മിനാണ്, അതെന്റെ ഭാര്യ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഞാനൊരു വിശ്വാസിയാണ്, 5 നേരം നമസ്കരിക്കുന്ന, പള്ളിയിൽ പോകുന്ന, ഭക്തിയോടുകൂടെ ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ. എത്ര അഭിമാനത്തോടുകൂടെ നമ്മൾ പറയാ, അതെന്റെ ഭാര്യ എത്രത്തോളമാണ് അനുഭവിക്കുന്നത്, എന്റെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ എത്രത്തോളമാണ് അത് പ്രകടിപ്പിക്കുന്നത്. സ്വഭാവം നന്നാകലാണ് ഈമാനിന്റെ ലക്ഷണം. നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാകേണ്ടത് നിങ്ങളുടെ വീട്ടിലാണ്, ഭാര്യയോടാണ്. നമുക്ക് അഭിനയിക്കാം. ഒരു കസ്റ്റമറുടെ മുമ്പിൽ, ഒരു കസ്റ്റമർ എന്റെ കടയിലേക്ക് വരുമ്പോ എന്റെ കടയിൽ ഞാൻ നിന്നിട്ട് കച്ചവടം ചെയ്യുമ്പോ കസ്റ്റമറോട് എനിക്ക് അഭിനയിക്കാം, എനിക്ക് അയാളോട് ചിരിക്കാം. വളരെ യാന്ത്രികമായി എനിക്ക് ചിരിക്കാൻ കഴിയും. ആകർഷണീയമായ രൂപത്തിൽ അയാളോട് സംസാരിക്കാൻ കഴിയും. വളരെ ആകർഷണീയമായ, എന്നിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ അയാളോട് പെരുമാറാൻ കഴിയും. പക്ഷേ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ, നിങ്ങളുടെ വിശ്വാസത്തെ അളക്കേണ്ടത് എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനിവിടെ ചില ഒരു ആലോചനകൾ ഉണ്ടാകും. എന്റെ വീടിനെയും എന്റെ ഭാര്യയെയും ഓർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ ഭാര്യയെയും വീട്ടിലെ സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെയും ഒക്കെ ഓർത്തുകൊണ്ട് ചിന്തിക്കാൻ ചില കാര്യങ്ങളാണ് ഈ സമയത്ത് പങ്കുവെക്കണം എന്നാഗ്രഹിക്കുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പരാതി എന്താണ്? സാധാരണ നിലയിൽ ഒരു കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ പെണ്ണിന് പറയാനുള്ള ഏറ്റവും വലിയ പരാതി എന്താണ്? ഏറ്റവും വലിയ പരാതി, ഞാൻ പരിഗണിക്കപ്പെടുന്നില്ല എന്ന പരാതിയാണ്. എനിക്കാവശ്യമായ പരിഗണന എന്റെ ഭർത്താവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നില്ല എന്ന പരാതിയാണ് സാധാരണഗതിയിൽ കുടുംബ ജീവിതങ്ങളിലൊക്കെ വലിയൊരളവോളം ഞാനും നിങ്ങൾ കേട്ടുവരാറുള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും, കുടുംബ വിഷയങ്ങളിൽ പോലും പലപ്പോഴും ഭാര്യയോട് ഒന്നും കൂടിയാലോചിക്കുന്ന, ഭാര്യയോട് ചർച്ച ചെയ്യുന്ന, ഭാര്യയുടെ അഭിപ്രായത്തെ പരിഗണിക്കുന്ന ഒരു രീതി പലപ്പോഴും ആളുകൾക്കില്ല. നമ്മുടെ തീരുമാനം എന്താണെങ്കിൽ, നമ്മുടെ ഇഷ്ടം എന്താണെങ്കിൽ, നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്താണെങ്കിൽ, നമ്മുടെ ഒരു ധാരണ എന്താണെങ്കിൽ, അങ്ങനെയൊന്നും ഒരു ധാരണ ഇല്ലാത്ത, വേണ്ട വീക്ഷണങ്ങളില്ലാത്ത, വേണ്ടത്ര കാഴ്ചപ്പാടുകളില്ലാത്ത, വേണ്ടത്ര ബോധങ്ങളില്ലാത്തവരാണവർ എന്നൊരു ധാരണയിലാണ് പലപ്പോഴും പെരുമാറുക. ഒരു അടിമയെ പോലെ ജീവിക്കേണ്ടവരല്ല നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ.
നമ്മളിങ്ങനെ കെട്ടിക്കൊണ്ടുവന്നപ്പോ നമ്മുടെ തൊട്ടു മുമ്പത്തൊക്കെ ഒരു തലമുറ ഇതിലൊക്കെ ഒന്നുകൂടെ തീവ്രതയുള്ള ആളുകളായിരുന്നു. ഒന്ന് ഉറക്ക ശബ്ദിക്കാൻ, ഒന്ന് വർത്താനം പറയാൻ അനുവാദമില്ലാത്ത, അവകാശമില്ലാത്ത, ഭർത്താവ് വീട്ടിലെത്തിയാൽ പിന്നെ ചെവിയിൽ വർത്തമാനം പറയുന്നത് പോലെ, സ്വകാര്യം പറയുന്നത് പോലെ മാത്രം സംസാരിക്കാൻ അനുവാദവും അവകാശവും ഉണ്ടായിരുന്ന, ഭരിക്കപ്പെടുന്നവരായി പെണ്ണ് മാറുന്ന, സ്ത്രീ മാറുന്ന സാഹചര്യങ്ങൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് ദാമ്പത്യ ജീവിതം, ആണും പെണ്ണും തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ജീവിതം ഭംഗിയുള്ളതും അനുഗ്രഹീതവും സമാധാനപൂർണവും ആകണമെങ്കിൽ നമ്മൾ ആ ദാമ്പത്യ ബന്ധത്തിലേക്ക് ദീനിനെ ബോധപൂർവം കൊണ്ടുവരണം. മതത്തെ, നമ്മുടെ വിശ്വാസത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ നമ്മൾ നമ്മുടെ വീട്ടിന്റെ അകത്തേക്ക് ഭാര്യയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിലേക്കും ഇടപാടുകളിലേക്കും പെരുമാറ്റങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കും ദീനിന്റെ അധ്യാപനങ്ങളെ കൊണ്ടുവന്നാൽ മാത്രമാണ് ദാമ്പത്യ ജീവിതത്തിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോഴേ അവിടെ സമാധാനം ഉണ്ടാവുള്ളൂ, അപ്പോഴേ അവിടെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ, അപ്പോഴേ അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഹുദൈബിയ സന്ധിയിൽ സന്ധ്യൊക്കെ ഒപ്പുവെച്ച് കഴിയുമ്പോ വിശ്വാസികളിൽ പലർക്കും ഹുദൈബിയ സന്ധി ഒപ്പുവെച്ച് ഹുദൈബിയയിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. മക്കത്തേക്ക് പോകണം എന്ന ആഗ്രഹത്തോടെ നിയ്യത്ത് വെച്ച് പുറപ്പെട്ട ആളുകൾ ഹുദൈബിയയിൽ സന്ധിയിൽ ഒപ്പുവെച്ചിട്ട് ആ വർഷം ഉംറ ചെയ്യാതെ അവിടെ തിരിച്ചു പോരാനും അടുത്ത വർഷം പോയി ഉംറ ചെയ്യാം എന്നാണ് തീരുമാനം. ഒരുപാട് തീരുമാനങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ എഴുതി തയ്യാറാക്കി ആ എഴുത്ത് പൂർത്തിയാക്കിയപ്പോ എഴുതിയൊക്കെ പൂർത്തിയാക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഖൂമു ഫൻഹറു സുമ്മ ഹിലിഖു. എല്ലാവരും എഴുന്നേറ്റോളം പറഞ്ഞു. എന്നിട്ട് മുടിയൊക്കെ മുറിക്കാനും തഹല്ലുലാകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതായത് ഉംറ ചെയ്തിട്ടില്ല, പക്ഷെ ഹുദൈബിയയിൽ നിന്ന് മടങ്ങുമ്പോ എല്ലാവരും അറക്കാനുള്ള മാടിനൊക്കെ അറക്കാനും അതുപോലെ തഹല്ലുലാകാനും ഒക്കെ റസൂൽ പറയാൻ. فوالله ما قام منهم رجل حتى قال ذلك 3 مرات. 3 തവണ റസൂൽ ഇത് പറഞ്ഞിട്ടും സ്വഹാബികളിൽ ആരും അവിടെ നിന്ന് എണീച്ചതുമില്ല. എണീക്കാൻ പറഞ്ഞു, തഹല്ലുലാകാൻ പറഞ്ഞു, മടങ്ങിപ്പോരാൻ പറയാൻ റസൂൽ, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയും. പക്ഷെ ഇരിക്കുന്നിടത്തുനിന്ന് ആരും എഴുന്നേറ്റില്ല. ആ സമയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ 3 തവണ പറഞ്ഞപ്പോൾ അതാരും കേൾക്കണില്ല. ഒരാളും അവിടുന്ന് എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ ദഖല അലാ ഉമ്മു സലമ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മു സലമയെ, ഭാര്യയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി. ഫദക്കറ ലഹാ മാ ലഖിയ മിനന്നാസ്. ആളുകൾ ഈ കാണിക്കുന്ന പെരുമാറ്റത്തെക്കുറിച്ച് ഉമ്മു സലമയോട് അദ്ദേഹം ഷെയർ ചെയ്തു, ഭാര്യയോട് അദ്ദേഹം പങ്കുവച്ചു. ഫഖാലത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ നബിയല്ലാഹ് അള്ളാഹുന്റെ റസൂലെ എന്ന്. ഉമ്മു സലമ വഹീ കിട്ടുന്ന ആളല്ല, അള്ളാഹുന്റെ റസൂല് വഹീ കിട്ടുന്ന ആളാണ്. എന്നിട്ടും ഒരു ക്രൈസിസ് വന്നപ്പോ ഒരു പൊതുവിഷയത്തിലാണ്, സമൂഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് വീട്ടിന്റെ അകത്ത് കയറിയിട്ട് ഭാര്യയോട് ആ സംഭവം ഷെയർ ചെയ്ത് പങ്കുവെക്കുന്നു. എന്നിട്ട് അവരുടെ അഭിപ്രായമാരായിരുന്നു, താങ്കൾ അവരുടെ അടുത്തേക്ക് തന്നെ പോവുക, എന്നിട്ട് ആരോടും ഒന്നും പറയണം. മുസലമ റളിയല്ലാഹു അൻഹ ആ വിഷയം, ആ സന്ദർഭത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് റസൂലിനോട് അഭിപ്രായം പറയാൻ. എന്താ ചെയ്യേണ്ടതെന്ന് മുസലമ റളിയല്ലാഹു അൻഹ വഹി ലഭിക്കുന്ന നബിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. മുസലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ പോവുക, എന്നിട്ട് ആരോടും ഒന്നും പറയണ്ട. ഹത്താ തൻഹർ, താങ്കൾ ബലിയിറക്കുക, ആരോടൊന്നും പറയാനൊന്നും നിൽക്കണ്ട. താങ്കളുടെ ബലിമൃഗത്തെ ആദ്യം താങ്കൾ ബലിയിറക്കുക. മുടി കളയാനുള്ള ആളെ വിളിച്ചിട്ട് താങ്കളുടെ മുടിയാണ് കളയുക, ഇനി ആരോടും ഒന്നും പറയാനൊന്നും നിൽക്കണ്ട. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ ഇടയിലേക്ക് പോയി, ആരോടൊന്നും പറഞ്ഞില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അഭിപ്രായപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ ബലിമൃഗത്തെ അറുത്തു, മുടി കളഞ്ഞു. ودعا هالكه فخلقه فلما رأى ذلك قاموا
ഫനഹറു. അത് കണ്ടപ്പോ ആളുകളൊക്കെ എഴുന്നേറ്റു, അവരും ബലിയർത്തു, അവരും മുടി കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ ചെയ്തു. ഞാനിത് പറയുന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോ, ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ, നമ്മൾ സാധാരണ ആണുങ്ങളെ കുറിച്ച് പറയും, നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യൂല, ആരോട് പറയൂല, നമ്മൾ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് അതിങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കുന്നതാണ്, അതാണിന്റെ പ്രകൃതാണ് എന്ന് പറയും. നമ്മൾ ഷെയർ ചെയ്യാം, നമുക്ക് പങ്കുവെക്കാം നമ്മുടെ പങ്കാളിയോട് എത്ര വലിയ പ്രശ്നത്തെയും. അത് തൊഴിലിടത്തിലെ പ്രശ്നമായിരുന്നാലും, നമ്മൾ ഇടപഴകുന്ന പുറത്തെ സാമൂഹ്യ ജീവിതത്തിലെ ഏത് വിഷയങ്ങളായിരുന്നാലും അത് പങ്കാളിയോട് പങ്കുവെക്കണം. അവരുടെ അഭിപ്രായങ്ങൾ അറിയാം, അഭിപ്രായങ്ങൾ ചോദിക്കണം. ആ അഭിപ്രായങ്ങൾ യുക്തമാണ്, അത് ശരിയാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ അത് അതുപോലെ നടപ്പിലാക്കണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും, ഭാര്യമാർ 9 പേരാണ്, ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയാനുവദിക്കും. അവരുമായിട്ട് ഇരിക്കാൻ, അവരെ കാണാൻ, അവരോടൊപ്പം ചെലവഴിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മഹാഭൂരിപക്ഷ ആളുകൾക്ക് ഒരു ഇണയാണ്, ഒരു ഭാര്യയാണ്. നമുക്ക് ആ ഭാര്യമാരോട് നമ്മൾ ചെലവഴിക്കുന്ന സമയം എത്രയാണ്? നമ്മുടെ ഭാര്യമാരോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്ന സമയം എത്രയാണ്? സമയം ചെലവഴിക്കുക എന്ന് പറയുമ്പോ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, അവരെ കേട്ടുകൊണ്ട്, അവരെ മനസ്സിലാക്കിക്കൊണ്ട് എത്ര സമയമാണ് നമ്മൾ ചെലവഴിക്കുക? എഫക്റ്റീവായി ചെലവഴിക്കണം എന്ന് നമ്മൾ പറയും. സമയം ഒരാൾക്കും ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫോണിലും ഭാര്യ ഒരു ഫോണിലുമായിട്ട് 10 മണിക്കൂർ ഇരുന്നത് കൊണ്ടും ആ സമയം ചെലവഴിക്കലുകൊണ്ട്, അപ്പുറത്ത് നമ്മളുണ്ട് ഇപ്പുറത്ത് ഭാര്യയുണ്ട്, ആ ഒരു സമയം ചെലവഴിക്കലുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലെ വലിയ വില്ലനായി, നമ്മുടെ ബന്ധങ്ങളിലെ അതൊക്കെ തകർത്ത് കളയുന്ന വലിയ വില്ലനായി നമ്മുടെ ഡിവൈസുകൾ മാറുന്ന, അത് മൊബൈൽ ഫോൺ ആണെങ്കിലും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും സാങ്കേതിക സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ അത് മാറുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി റസൂൽ പറയാണ്, എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദൻസറഫ മിനൽ അസ്രി ദഖല അലാ നിസാഇ, അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ രീതി എന്താണ്? എല്ലാ ദിവസത്തെയും ഒരു പതിവ് എന്താണ്? അസ്ർ നമസ്കാരം കഴിയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഭാര്യമാരുടെ അടുത്ത് കൂടെ പോകും, എല്ലാവരുടെയും അടുത്തുകൂടെ പോകും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയദിനു മിൻ ഇഹ്ദാഹുന്ന ഫദഖല അലാ ഹഫ്സ ഫഖ്തബസ അക്തറ മിമ്മാ കാന യക്തബിസ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ ബീവി പറയാണ്, പതിവിലേറെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത്, ആ ദിവസത്തെ ഒരു സംഭവം പറയണം അവർ. പതിവിലേറെ സമയം ഹഫ്സയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിക്കുകയുണ്ടായി. ഇപ്പൊ റസൂലുള്ളാഹിക്ക് ഒരു പതിവുണ്ട്, ഭാര്യമാരുടെ അടുത്ത് അങ്ങനെ അസ്ർ കഴിയുമ്പോൾ ഒരു സമയം വെച്ച്, അതിനൊരു സമയം കണ്ടെത്തി, അതിനൊരു സമയം അനുവദിച്ച് അവരുടെ അടുത്ത് പോയി വർത്തമാനം പറഞ്ഞ് ഇരുന്ന് കാര്യങ്ങൾ അറിഞ്ഞ് അന്വേഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ ഭംഗിയോടുകൂടെ കൈകാര്യം ചെയ്തു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 9 ഭാര്യമാരാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ഫകാന ഇദാ ഖസമ ബൈനഹുന്ന ലാ യൻതഹി ഇലൽ മർഅത്തിൽ ഊലാ ഇല്ലാ ഫീ തിസ്. അതിങ്ങനെ ഒരു ദിവസം ഒരാൾക്ക്, ഒരു ദിവസം ഒരാൾക്ക്, ഒരു ദിവസം ഒരാൾക്ക് എന്ന് വെച്ചിട്ട് അത് വീതം വെക്കുമ്പോ 9ാമത്തെ ദിവസം അല്ലാണ്ട് പിന്നെ റൗണ്ട് ആ ഒരു ചക്രം കഴിഞ്ഞ് പിന്നെ ആദ്യ ആളിലേക്ക് എത്തുമ്പോൾ 9 ദിവസം കഴിയും. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ആയിഷ ബീവി പറയുന്നുണ്ട്, അവര് എത്രമാത്രമാണ് ആയിഷ ബീവി, ഹഫ്സ റളിയല്ലാഹു അൻഹ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാക്കളാണ്. പക്ഷെ അവർ സ്ത്രീകളാണ്. ഈ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ആയിഷ ബീവിയുടെ വീട്ടിലുള്ളപ്പോ, സാധാരണ ഏത് വീട്ടിലാണ് റസൂലെങ്കിൽ മറ്റു ഭാര്യമാരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ അവിടെ ഒന്ന് കൂടും. ഓരോരുത്തരുടെ വീട്ടിലാണ് റസൂൽ ഉണ്ടാവും 9 ഭാര്യമാര്. ഇപ്പൊ ഏത് വീട്ടിലാണുള്ളതെങ്കിൽ മറ്റ് ഭാര്യമാർ വൈകുന്നേരം ആവുമ്പോൾ ആ വീട്ടിലൊന്ന് വന്നുകൂടും. അങ്ങനെ ആയിഷ ബീവി പറയാണ്, ആയിഷ ബീവിയുടെ വീട്ടിലുള്ളപ്പോ ഫജാഅത്ത് സൈനബ്, അവിടേക്ക് സൈനബ് വന്നു. ഫമദ്ദയദഹു ഇലൈഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നേരെ കൈ നീട്ടി, സൈനബിന് നേരെ കൈ നീട്ടി.
ഫഖാലത്ത്, അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, ഹാദി സൈനബ്, അല്ലാഹുവിന്റെ റസൂൽ അത് സൈനബാണ്, ഞാനല്ല അത് സൈനബാണ്, ഇന്ന് എന്റെ ദിവസമാണ് എന്ന രീതിയിലാണ് ആയിഷ ബീവി അവിടെ സംസാരിക്കുന്നത്. ഫകഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു, അപ്പൊ റസൂൽ കൈവലിച്ചു. ആയിഷ ബീവിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യണ്ട എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ കൈവലിച്ചു. അപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ സംസാരമായി. ഹദീസുകളെ നമ്മൾ കാണുകയാണ്, അവർ രണ്ടുപേരും തമ്മിൽ അവർ തമ്മിൽ സംസാരമായി. അത് കേട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ ഇഖാമത്തിന് സമയമായി, പള്ളിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് പള്ളിയിലേക്ക് പോയി തിരിച്ചു വരുമ്പോ ആയിഷ ബീവിയോട്, ആയിഷ ബീവി പറയുന്നുണ്ട്, ആയിഷ ബീവി അവിടെ പ്രയോഗിച്ചൊരു വാക്കുണ്ട്, ആ ശബ്ദം കേട്ടിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് വന്നത് എന്നതുകൊണ്ട് നമസ്കാരം കഴിയും. ആയിഷ ബീവി പറയണം, നമസ്കാരം കഴിയുമ്പോ ഫയജിഉ അബൂബക്കർ ഫയഫ്അലു ബി വയഫ്അൽ വയഫ്അലു ഫയഫ്അലു ബി വയഫ്അൽ. നിസ്കാരം കഴിഞ്ഞാല് അബൂബക്കർ തിരിച്ചു വന്നു, ഉപ്പ തിരിച്ചു വന്നിട്ട് എന്നെ എന്താ ചെയ്യാന്ന് പറയാൻ, നമ്മൾ പറയും എന്നെ എന്താ ചെയ്യാൻ പറ്റുക, എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രയോഗം ആയിഷ ബീവി പറയുന്നുണ്ട്. അതേപോലെ നിസ്കാരം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ വന്നു, ആയിഷ ബീവിന്റെ അടുത്ത് വന്നിട്ട് അതാഹ അബൂബക്കർ ഫഖാല ലഹാ ഖൗലൻ ശദീദൻ, വളരെ ഒരു കഠിനമായ സ്വരത്തിൽ അവരോട് സംസാരിച്ചു. അത്തസ്നഈന ഹാദാ, ഇങ്ങനെയൊക്കെയാണോ എന്ന രീതിയിൽ ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് എന്ന് ആയിഷ ബീവി തന്നെ റിപ്പോർട്ട് ചെയ്യാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോ സൈനബുമായിട്ട് ഒരു സംസാരം ഉണ്ടായപ്പോ ശബ്ദം ഉയർന്നു. അത് കേട്ടിട്ട് ഉപ്പ വന്നു, നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അത്തസ്നഈന ഹാദാ എന്ന് ചോദിച്ചതാണ്. ഈ സംഭവത്തിലുള്ളത് നമ്മുടെ വിഷയത്തോട് ബന്ധമുള്ളത്, ഓരോ ദിവസവും ഓരോ ഭാര്യമാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം അനുവദിച്ചു എന്നതാണ്. സമയം അനുവദിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ സമയം അനുവദിക്കണം, പറയാൻ, കേൾക്കാൻ, ചോദിക്കാൻ, എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിണ്ടാനും സംസാരിക്കാനും ഏത് പ്രായമായാലും ഭാര്യമാർക്ക് സമയം അനുവദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്തോഷിപ്പിക്കുന്ന, ഭാര്യമാർക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകം ചെയ്യാറുണ്ടായിരുന്നു. നമുക്കറിയാം, ചെറിയ പ്രായത്തിലാണ് ആയിഷ ബീവി വരുന്നത്. അപ്പോ ആയിഷ ബീവിയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓട്ട മത്സരം നടത്തി എന്ന് പറയുന്നത് ഒരു യാത്രക്കിടയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫസബഖതുഹു അലാ റിജ്ലി, ഒരു മത്സരം വെച്ച് ഞാൻ ഓടിയിട്ട് റസൂലുള്ളാഹിനെ മുൻകടന്നു, ഞാൻ ജയിച്ചു എന്ന് പറയാണ്. എന്നിട്ട് ആയിഷ ബീവി പറയണം, ഫലമ്മ ഹമലത്തിൽ ലഹ്മ, കുറച്ചു കാലം കഴിഞ്ഞപ്പോ തടി വെച്ചപ്പോ, ഞാൻ കുറച്ച് വെയിറ്റ് കൂടിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്കൊന്നുകൂടെ ഓടാം എന്ന് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആയിഷ ബീവി ആദ്യം ഒരു മെലിഞ്ഞ പ്രകൃതാണ്, ആ സമയത്താണ് ഈ ഓട്ട മത്സരം നടക്കുന്നത്. അപ്പൊ ആയിഷ ബീവി ജയിച്ചു, റസൂൽ പരാജയപ്പെട്ടു. ആയിഷ ബീവിനെ പറയാൻ എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്റെ ശരീരം തടിച്ചപ്പോ, ഒന്ന് മാംസളമായപ്പോ, വെയിറ്റ് കൂടിയ സമയത്ത് നബി എന്നോട് പറഞ്ഞു, നമുക്കൊന്നുകൂടെ മത്സരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മത്സരത്തിൽ ഞാൻ തോറ്റു, നബി ജയിച്ചു. അന്ന് റസൂൽ എന്നോട് പറഞ്ഞു, ഇത് അന്നത്തേതിനുള്ള പകരമാണ് എന്ന് റസൂൽ എന്നോട് പറയുകയും ചെയ്തു എന്ന് ആയിഷ ബീവി പറയണം. അപ്പോ ഈ സംഭവം എന്തിനാണ്? തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാകണം നമ്മുടെ ഇണയോടുള്ള സഹവാസം, എങ്ങനെയാകണം, ഏത് രൂപത്തിലാകണം? ഒന്ന് അയഞ്ഞു കൊടുത്താൽ, ഒന്ന് താഴ്ന്നു കൊടുത്താൽ, എപ്പോഴും ഇങ്ങനെ മുണ്ടി പറഞ്ഞാൽ ഉള്ള ഗൗരവവും നമുക്കുള്ള സ്ഥാനവും അധികാരമൊക്കെ നഷ്ടപ്പെടുമോ? അങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ. അതുപോലെ നൽകേണ്ടുന്ന അംഗീകാരങ്ങൾ, ഭാര്യമാർക്ക്, നമ്മുടെ ഇണകൾക്ക് നൽകേണ്ടുന്ന അംഗീകാരങ്ങൾ നൽകണം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂല് നന്നായി പുകഴ്ത്തി പറയും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു, അവരുടെ മഹത്വങ്ങളും അവരുടെ ശ്രേഷ്ഠതകളൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയും. മരണപ്പെട്ടതിന് ശേഷവും പോലും ഫളായിലുകൾ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഫളായിലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മളോട് പറഞ്ഞത്, പരിഹസിക്കരുത്, ആരെയും പരിഹസിക്കാൻ പാടില്ല. നമ്മുടെ ഇണകൾ, നമ്മളിങ്ങനെ ഒരു മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം ഭാര്യയെ ആളുകൾ ഇങ്ങനെ ഒരു കൊള്ളാത്തോളാണ്, പറ്റാത്തോളാണ്, ബുദ്ധി കുറഞ്ഞോളാണ്, വിവേകം കുറഞ്ഞോളാണ്, വിവരം കുറഞ്ഞോളാണ് എന്ന രൂപത്തിൽ ഇങ്ങനെ പരിഹസിക്കുന്ന, താഴ്ത്തി കെട്ടി പറയുന്ന ഒരു രീതി പലപ്പോഴും ആളുകൾക്കുണ്ട്. നമ്മളുടെ ഭാര്യയെ ഒരു മോശക്കാരിയായി താഴ്ത്തി കെട്ടി പറയുന്ന രീതി, യാ അയ്യുഹല്ലദീന
ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ശക്തമായി താക്കീത് ചെയ്തൊരു കാര്യമാണ് പരിഹാസം പാടില്ല എന്നുള്ളത്. അത് ഭാര്യയോടാണെങ്കിലും ഒരു അതിര് വിട്ട് പരിധി വിട്ട് കളിയാക്കലും താഴ്ത്തിക്കെട്ടലും പരിഹസിക്കലും പാടില്ല എന്നത് ഭാര്യമാരുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടുന്ന സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവ് സമയം കിട്ടിയാൽ, ഞാൻ ഇതിങ്ങനെ പറയുന്നത് ഇതൊന്നും നമ്മുടെ ഒരു സ്ഥാനത്തെയോ നമ്മുടെ ഒരു പദവിയെയോ താഴ്ത്തിക്കെട്ടുന്നതല്ല. നമ്മുടെ ഭാര്യമാരോടുള്ള സമീപനങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആയിഷ ബീവിയോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി ചോദിച്ചപ്പോ സഅൽതു ആയിഷത മാ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതിഹി. വീട്ടിലുള്ള സമയത്ത് റസൂൽ എന്താ ചെയ്യുക, വീട്ടിലുള്ള സമയത്ത് റസൂൽ എന്താ ചെയ്യുക എന്ന് ആയിഷ ബീവിയോട് ചോദിക്കാൻ. കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി. വീട്ടുജോലികളിൽ ഭാര്യയോടൊപ്പം കുടുംബത്തോടൊപ്പം വീട്ടുകാരോടൊപ്പം വീട്ടുജോലികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കാളിയാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ. തഅനി ഖിദ്മത്തു അഹ്ലിഹി. അഹ്ലിന് തന്റെ ഭാര്യയ്ക്ക് വീട്ടുകാർക്ക് ഖിദ്മത്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ സഹായങ്ങളും സേവനങ്ങളൊക്കെ ചെയ്യുക, വീട്ടുജോലികളിൽ സഹായങ്ങൾ ചെയ്യും. ഫഇദാ ഹദറത്തുസ് സ്വലാ ഖറജ ഇലസ്വലാ. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ റസൂല് പള്ളിയിലേക്ക് പോവുകയും ചെയ്യും. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഖുതുബയുടെ ഒരു പരിമിതി ഉണ്ടല്ലോ. സഹോദരങ്ങളെ, വീട്ടിന്റെ അകത്തേക്ക് നമ്മുടെ ഭാര്യയോടുള്ള ഒരു പെരുമാറ്റത്തിലേക്കും സ്വഭാവത്തിലേക്കൊക്കെ ദീനിന്റെ നിർദ്ദേശങ്ങൾ, മതപരമായ കൽപ്പനകളെ നമ്മൾ ബോധപൂർവ്വം കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് വീട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവുക. സന്തോഷമുള്ള, സമാധാനമുള്ള, സംതൃപ്തിയുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ജാഅത്ത് ഹിന്ദുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ. ഹിന്ദ് ഭാര്യയാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ വന്നിട്ട് പരാതിപ്പെടുക, അബൂ സുഫിയാൻ ഭയങ്കര പിശുക്കനാണ് നബിയെ. അതാണ് പരാതി. ഒന്നെടുത്ത് ചെലവാക്കുക, ഭയങ്കര പിശുക്കാണ് എന്റെ ഭർത്താവിന്. അബൂ സുഫിയാൻ ഭയങ്കര പിശുക്കാണ്. ലാ യുഅതീനി മാ യക്ഫീനി വവലദി. എനിക്കോ എന്റെ കുട്ടിക്കോ ആവശ്യമുള്ള ഒന്നും എടുത്ത് ചെലവാക്കണില്ല, ഒന്നും എടുത്ത് ചെലവഴിക്കാറില്ല എന്ന് പറയാണ്. ഇല്ലാ മാ അഖദ്തു മിൻ മാലിഹി. ഞാനടുത്ത് ചെലവാക്ക ചെയ്യാറില്ല. അദ്ദേഹത്തിന്റെ സ്വത്തുനിന്ന്, അദ്ദേഹത്തിന്റെ പണത്തിൽ നിന്ന് ഞാനെടുത്ത് ചെലവാക്കാറാണ് പതിവ്. വഹുവലായലം. ഹിന്ദു പറയാണ് ഞാനെടുത്ത് ചെലവാക്കും, പക്ഷെ വഹുവലായലം. അബൂ സുഫിയാന്റെ അറിയാറില്ല. എനിക്ക് കുട്ടിക്കും വേണ്ട എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അബൂ സുഫിയാന്റെ പണത്തൊന്ന് ഞാനെടുത്ത് ചെലവാക്കാൻ. വഹുവലായലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫഖാല ഖുദീ മാ യക്ഫീകി വവലദികി ബിൽ മഅറൂഫ്. ഖുദീ മാ യക്ഫീകി വവലദികി ബിൽ മഅറൂഫ്. എടുത്തോളൂന്നാണ് റസൂൽ പറയുന്നത്. എടുത്തോന്നാണ് ആവശ്യമുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പ്രയോഗിച്ചൊരു പദം ബിൽ മഅറൂഫ്. അത് ആവശ്യമുള്ളതാകണം. ദൂർത്തായി മാറുന്ന, അതൊരു തെറ്റായി മാറുന്ന സാഹചര്യം ഉണ്ടാകരുത്. പറയാതെ എടുത്തു എന്നത്, അനുവാദമില്ലാതെ എടുത്തു എന്നതിൽ റസൂൽ അവിടെ കുറ്റപ്പെടുത്തുന്നേയില്ല. ഭർത്താവിൽ നിന്ന് അനുവാദമില്ലാതെ എടുത്തു എന്നത്, ഇനിയിത് നാളെ നമ്മുടെ വീട്ടിൽ ഇത് ഇന്ന് കേൾക്കുന്ന സ്ത്രീകളുണ്ടാവും, നാളെ എല്ലാവരും വീട്ടിലും ഇതൊരു പ്രശ്നമായി മാറരുത്. അവിടെയാണ് മഅറൂഫ് എന്ന് പറയുന്നത്. റസൂൽ പറഞ്ഞത് ബിൽ മഅറൂഫ്. എന്തിനു ഏതിനു എപ്പോഴും എങ്ങനെ എത്ര എടുത്ത് അങ്ങനെ ചെലവാക്കാം എന്നല്ല. ബിൽ മഅറൂഫ്. ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, വേണ്ടത്, ഉപയോഗമുള്ളത്, ഗുണമുള്ളത്, നന്മക്കുള്ളത്, എന്തെങ്കിലുമൊക്കെ കാര്യത്തിനുള്ളത്, നിങ്ങൾ ആവശ്യമുള്ളത് ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് എടുത്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കണം. അതിന്റെ പേരിൽ ഒരു കുറ്റബോധം ഉണ്ടാകേണ്ടതില്ല എന്ന് പറയാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഹിന്ദിനോട് ഇതെല്ലാരെ ഭാര്യമാര് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇനി ഹദീസിന് തെളിവുണ്ട് എന്നുള്ളവർക്ക് എന്റെ അളവ് കൂട്ടണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ആവശ്യത്തിന് നമുക്ക് വേണ്ടത് ഉപയോഗമുള്ളത് എന്ന രീതിയിൽ എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം നൽകുകയാണ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. സഹോദരങ്ങളെ, ഇത് അടിസ്ഥാനപരമായ ഒരു നിയമമാണ്. നമുക്ക് നമ്മളോട് കുറെ ബാധ്യതകളുണ്ട് എന്നതുപോലെ അവർക്ക് കുറെ അവകാശങ്ങളുണ്ട്. സഹോദരിമാർ, സ്ത്രീകൾ, ഭാര്യമാർ, അവരിങ്ങനെ ഇങ്ങോട്ടെല്ലാം ചെയ്തു തരാൻ ബാധ്യതപ്പെട്ടവർ മാത്രമല്ല, വലഹുന്ന, അവർക്ക് അവകാശങ്ങളുണ്ട്. വലഹുന്ന, അവർക്ക് അവകാശങ്ങളുണ്ട്. മിസ്ലുല്ലദീ അലൈഹിന്ന, അവരുടെ മേൽ ബാധ്യതയുള്ളതുപോലെ തന്നെ വലഹുന്ന, അവർക്ക് അവകാശങ്ങളുണ്ട്. ഈ കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇൻഷാ അല്ലാഹ് ഇത് അതുപോലെ തന്നെ തിരിച്ച് ഭർത്താക്കന്മാരോടുള്ള സംഗതികൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിൽ നമുക്കത് സംസാരിക്കാം. അല്ലാഹുവിനെ ഭയപ്പെടുന്ന, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും നയിക്കാനുള്ള അനുഗ്രഹവും അതിനുള്ള അറിവും അനുയോജ്യമായ അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വീടുകളിലും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളോടൊപ്പം സഹോദരി സഹോദരന്മാരോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം പരലോകത്തെ സ്വർഗ്ഗത്തിൽ ഒത്തുകൂടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة.